ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. യെസ്, അപ്പോൾ ഇന്ന് സാറ് മക്കളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മക്കളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അക്കൗണ്ടൻസി ബിസിനസ്സൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ സാർ എന്തിനാ വന്നേ അല്ലേ? യെസ്, അപ്പം ഇനിയാണ് ശരിക്കും സാറിന് മക്കളുടെ മുന്നിൽ വരേണ്ടത് കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇവിടെ ബാക്കിൽ തന്നെ കാണാം നമുക്ക് +2 കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. എന്താ +2 കൊമേഴ്സിനെ പറ്റിയൊക്കെ എന്തിനാ പറയുന്നത് അല്ലേ? യെസ്, അത് പറയണം. കാരണം +2 കൊമേഴ്സിനെ പറ്റി ഇനി മക്കൾ അറിയേണ്ടതുണ്ട്. കാരണം ഇനി മക്കൾ പോകുന്നത് എങ്ങോട്ടാണ്? +2ലേക്കാണ് അല്ലേ, +2 കൊമേഴ്സിലേക്കാണ്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഇന്നലെ നമുക്ക് +2 കൊമേഴ്സിൻ്റെ അക്കൗണ്ടൻസിയുടെ എക്സാം കൂടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം കൊമേഴ്സിൽ നമുക്കറിയാം സാറ് 2 സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ബിസിനസ് സ്റ്റഡീസും മറ്റൊന്ന് അക്കൗണ്ടൻസിയും ആണ്. അപ്പോൾ ഈ 2 എക്സാമും നമുക്കിപ്പം ഈ +2 ബേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് വന്നിട്ടുള്ളൊരു എക്സാം കഴിഞ്ഞ സമയത്ത് നമുക്ക് പൊതുവേ വന്നിട്ടുള്ള ഒരു റിവ്യൂ നോക്കുന്ന സമയത്ത് മിക്സ്ഡ് ആണ്. ഓക്കെ, യെസ്, അക്കൗണ്ടൻസിയുടെ ആയാലും ബിസിനസിൻ്റെ ആയാലും +2ൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത് മിക്സഡ് റിവ്യൂസ് ആണ്. അതായത് യെസ്, നമ്മുടെ കുട്ടികൾ കുറേ ആളുകൾ യെസ് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണ് എന്നാണ്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കേസ് മാത്രമല്ലല്ലോ, നമ്മൾ ആ പേപ്പർ ഒന്ന് കറക്റ്റായിട്ട് വാല്യൂ ചെയ്യണമെങ്കിൽ നമ്മളെന്താ പുറത്തുനിന്നും കൂടെ റിവ്യൂ എടുക്കും. അങ്ങനെ റിവ്യൂ ചെയ്ത സമയത്ത് നമുക്കറിയാൻ പറ്റിയത് ടഫായിരുന്നു എന്നുള്ളതാണ്. ടഫ് മീൻസ് അങ്ങനെയല്ല, മിക്സഡ് ആണ്. ഓക്കെ, കുറച്ച് കുട്ടികൾ എന്ത് പറയുന്നു, എളുപ്പമാണെന്ന് പറയുന്നു. കുറച്ച് കുട്ടികൾ യെസ് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, യെസ്, അപ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയത് അതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളും അല്ല, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് അല്ല എന്തിന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് ഉള്ളത്. അതൊക്കെ മാറിയിട്ടുണ്ട്, ടോട്ടലി മാറിയിട്ടുണ്ട്. അത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പഴയ പോലെ ഒന്നുമല്ല. നമുക്ക് അത്രയ്ക്കും സോഴ്സസ് ആണ് നമുക്കൊരു സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. പണ്ടൊക്കെ സാറൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താ ഒരു ടെക്സ്റ്റ് ഒരു നോട്ട് മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ടെക്സ്റ്റ് നമ്മൾ വാങ്ങുന്നത്, നോട്ട്സ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അത് മാത്രം ഉണ്ടാവുക. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു ഫോൺ എടുത്തൊന്ന് സ്വൈപ്പ് ചെയ്താൽ അതിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. കണ്ടൻസ് ആയിട്ടും ലൈവായിട്ടും എന്താ പറയുക, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ആൻസർ കീസ് ആയിട്ടും ഓക്കെ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും എന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തിയത് എന്താ, നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമല്ല അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ആരും കൂടിയാണ് നമ്മുടെ ഫുൾ എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ഇത്രയും സാഹചര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ഇതേ ഒരു സാഹചര്യം തന്നെ ആർക്കും ഉണ്ട്, നമ്മുടെ എക്സാം ബോർഡിനും ഉണ്ട്. ക്വസ്റ്റ്യൻസ് കണ്ടെത്താനും പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇടാനും ഒക്കെ ആർക്കും സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ എക്സാം ബോർഡിനും ഉണ്ട്. സോ അത് മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഇനി നമ്മളിപ്പോൾ +2 എന്ന് മാത്രമല്ല, നമ്മൾ ഇനി ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഒരിക്കലും അതൊന്നും എന്താകുന്നതല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല ഇനി ഒരു എക്സാമിൻ്റെതും. അതെല്ലാം എന്തായിരിക്കും, നല്ല ഡിഫിക്കൽട്ടായിട്ട് മക്കളെ എങ്ങനെ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഇടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാദ്യം മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്, അപ്പം ഇനി നമുക്ക് പോകാനുള്ളത് എങ്ങോട്ടാണ്? +2 കൊമേഴ്സിലേക്കാണ്. +2 കൊമേഴ്സിലേക്ക് ഈ 2 എക്സാം ഞാൻ സാറ് പറഞ്ഞു. ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെയും ബിസിനസിൻ്റെയും കേസ് പറഞ്ഞു. ഓക്കെ, ആ 2ലും സംഭവിച്ചത് ഇത് തന്നെയാണ്. പക്ഷേ പഠിക്കുക അല്ലേ, ഇത്രയും സോഴ്സസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെ അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും അല്ലെ. നന്നായിട്ട് ഇത്രയും ഓപ്ഷൻസ് നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് എന്താണ് അതിൽ നിന്ന് നമുക്ക് മാർക്ക് ഉണ്ടാക്കാം. കാരണം എന്താണ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പല കുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല. പലർക്കും പലരും ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തവരായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനൊക്കെ അല്ലെ. എടാ, നമ്മളെ സബ്ജക്റ്റ് മക്കളെ, നമ്മളെ ഇപ്പം യെസ്, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഒരു 2-3 വർഷമായിട്ട് ഒരു ചേഞ്ചും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് +2ലൊന്നും സിലബസിൽ അവർക്ക് അതിന് മാത്രം വലിയ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. സോ ഒരു 4-5 വർഷമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് നമുക്ക് ഒരേ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഈ 4-5 വർഷം നമുക്ക് എത്ര എക്സാംസ് വരുന്നുണ്ട് അല്ലേ? ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും പബ്ലിക് എക്സാം ഒക്കെ ആയിട്ട് ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. കാരണം ഈ 3 വർഷവും നമുക്ക് എന്താണ് അവർ ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ആ ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ കാണേണ്ട ഒരു കാര്യമാണ്. റെഡി? സോ അതിൽ നിന്നൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സാമിനോട് അടുത്തുകൊണ്ട് നമ്മളിതാ ഒരുപാട് സെഷൻസ് ചെയ്യുന്നത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആയാലും മാരത്തോൺ ആയാലും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, പഠിപ്പിച്ചത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്നത്. അത് വന്നിട്ടുണ്ട്, അത് വരുന്നതാണ് അല്ലേ? പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പല കുട്ടികൾക്കും പറ്റുന്നില്ല അല്ലെ? പലരും ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന സാറ് കാണാറുണ്ട് അല്ലെ? സാർ സിലബസ് ഫുള്ള് കവർ ചെയ്തു അല്ലെ, എന്നിട്ട് അതിന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. മക്കളെ, ഈ ലാസ്റ്റ് സെഷനെ പറ്റി മക്കൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഐ മീൻ ഈ ഷുവർ ക്വസ്റ്റ്യൻ സെഷൻ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന മാരത്തോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വർഷത്തേക്ക് നമുക്ക് പഠിക്കാൻ തരുന്നതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ് നമുക്ക് ഒരു ടച്ചിലാക്കി തരുന്ന കാര്യമാണ് അല്ലെ? അതൊരു വർഷം നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. റെഡി? അത് നമ്മളൊരു എക്സാമിന്റെ തലേന്നൊക്കെ ഇരുന്നു കൊണ്ട് ഇതുപോലൊരു യൂട്യൂബ് ലൈവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ മക്കൾ പഠിക്കും, കൃത്യമായി മക്കൾ പഠിക്കും. പക്ഷെ എത്ര പേർക്ക് അത് പിറ്റേന്ന് എക്സാം ഹാളിൽ എത്തുന്നത് വരെ നമ്മളാ പഠിച്ചത് അതേപോലെ ഒരു കണ്ടന്റും വിട്ടു പോവാതെ ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ എക്സാം പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല അത്. ഓക്കെ, ഈ ആനയുടെ ബുദ്ധി ഉണ്ടായാലും ആ കാര്യം സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം അത്രയും കാലം നമ്മൾ പഠിച്ചില്ല. ഒരു കൊല്ലം നമുക്ക് പഠിക്കേണ്ട കാര്യം എക്സാമിന്റെ തലേന്ന് ഒരു 10 മണിക്കൂറോ 11 മണിക്കൂറോ പോട്ടെ, ആ ഒരു 24 hours നമ്മൾ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ച് പോയാലും എക്സാം ഹാളിൽ അത്രയ്ക്കും ക്വസ്റ്റ്യൻസ് കുറേ ചാപ്റ്ററിൽ നിന്ന് നമ്മളെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും, മറന്നു പോവും. എത്ര പഠിച്ചതാണെങ്കിലും മറന്നു പോകും. ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ അക്കൗണ്ടൻസി എക്സാമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു സ്റ്റുഡന്റിനോട് പറഞ്ഞതാണ്, ഈ 6 മാർക്കിനും 7 മാർക്കിനും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർ നേരെ പാറ്റേൺ മാറ്റി 2-3 മാർക്കിലേക്ക് മാറ്റി ചുരുക്കി. അതേപോലെ ഈ 3 മാർക്കിനൊക്കെ, അതായത് ജസ്റ്റ് നമ്മളൊരു പേപ്പറിന്റെ ഒരു പകുതി മാത്രം എഴുതാൻ മാത്രത്തിലുള്ള ക്വസ്റ്റ്യൻസ് 6 മാർക്കിനൊക്കെ വന്നു. അവൻ എന്നോട് പറഞ്ഞു, സാർ വല്ലാതെ ആ സമയത്ത് ബ്ലാങ്ക് ആയി പോയി. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ 6 മാർക്കിന് വരുന്നതാണ്. അപ്പോൾ അതിന്റെ പഠിപ്പ് അങ്ങനെ വരും. അതായത് 6 മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അത്രയ്ക്കും ഡീറ്റെയിലിംഗ്, അത്രയ്ക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതേസമയം 2-3 മാർക്കിനാണ് ഇതൊക്കെ വരിക. അതുകൊണ്ട് ജസ്റ്റ് ആ മാർക്കിനുള്ള വേണ്ടി മാത്രം നമ്മൾ പഠിച്ചു വെക്കും. സോ അത് നേരെ അങ്ങോട്ട് മാറുന്ന സമയത്ത് എന്നോട് ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, അവൻ കുറേ നേരം ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന് പോയിന്ന്. പക്ഷെ അവൻ എഴുതിയെന്ന് പറഞ്ഞു. കാരണം അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി 2 മാർക്കിൻ്റെ ഒരു 6 മാർക്കിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് വേണ്ട ഒരു ടൈമും കാര്യങ്ങളുണ്ടല്ലോ. യെസ്, അപ്പോൾ അതിന് അവന് കുറച്ച് സമയം എടുത്തു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സെഷൻസും. മക്കൾക്ക് നോക്കിയാൽ മനസ്സിലാവുക. ഈ ഒരു അക്കൗണ്ടൻസിയുടെ വേണമെങ്കിൽ മക്കൾ +2 ഇന്നലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, എന്നിട്ട് ഈ ഒരു സെഷൻസ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, നമ്മൾ ഏതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. കൃത്യമായിട്ട് സാറ് പറയുന്നു, 2-3 വർഷമായി സാർ +1 +2 അക്കൗണ്ടൻസിന്റെ ക്ലാസ് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് സാറിന് ഇനിയിപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏത് എന്ന് സാറിന് പറയാൻ പറ്റും. അത് ജസ്റ്റ് എന്താണ് മക്കൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വരുന്ന പോലെ ജസ്റ്റ് പ്രഡിക്ഷൻ അല്ല. പ്രഡിക്ഷൻ മീൻസ് എന്താണ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട് അത് മാത്രം ഞങ്ങൾക്ക് മക്കളോട് പറഞ്ഞു തരാൻ പറ്റുമില്ല. കാരണം നമ്മൾ ലീക്കൊന്നും ആക്കുന്നില്ല അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു 10 മണിക്കൂറിനുള്ളിൽ മക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക? അതാണ് മക്കൾ അടുത്ത മനസ്സിലാക്കുന്നത്. ആർക്കാണ് ഈ ഒരു വർഷം ഇരുന്ന് പഠിച്ച് ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കി എക്സാമിന്റെ തലേന്ന് എത്തി നിൽക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ ജസ്റ്റ് ഈ ലൈവിൽ മാത്രം കയറി വന്നിട്ട് 10 മണിക്കൂർ ഇരുന്ന് പഠിച്ച് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻസ് പോയി അവിടെ എഴുതാൻ പറ്റാത്ത ആളുകൾക്കാണോ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുക? ആർക്കാണ്? യെസ്, ഒരു വർഷം നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ? അത് അങ്ങനെയുള്ളവർക്കേ അത് യൂസ്ഫുൾ ആവുള്ളൂ.
ഇതൊരു റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട്. ഈ റിവിഷനോടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കുക അല്ലെ. അവിടെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു സെഷനെ കൊണ്ട് കൂടുതലും യൂസ്ഫുൾ ആവുക. എന്നിട്ട് പലരും എന്താണ് പഠിക്കാതെ വന്ന കുട്ടികളും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു 10 മണിക്കൂറൊക്കെ മാത്രം ക്ലാസ് കണ്ടിട്ട് എക്സാമിന് പോയവരൊക്കെ എന്ത് പറയുന്നു ഈ സെഷൻ കൊണ്ട് ഒരു കാര്യവുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അതിലെന്താണ് അർത്ഥമുള്ളത് അല്ലേ? അപ്പൊ അതാണ് ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എന്താക്കുന്നത് നമ്മുടെ എക്സാം ബോർഡ് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു സിലബസ് കാര്യങ്ങൾ തരുന്നത്. അത് ശരിക്കും എന്താണ് ഹാർഡ് വർക്ക് കൊണ്ട് റിസൾട്ട് ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് എന്താണ് ഒരു തലേന്ന് ഒരു 24 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ അത്രത്തോളം മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് അത്രയ്ക്കും ബുദ്ധിമുട്ടാവുക ചെയ്യാം അല്ലേ? അപ്പോൾ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ആദ്യം പറഞ്ഞു ഇത്രയ്ക്കും സോഴ്സസ് നമ്മുടെ മുന്നിലുണ്ട്. ആ സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വർഷത്തിൽ ഫുള്ളാണ്. ആ ഒരു വർഷം ഫുള്ള് നമ്മളത് യൂസ് ചെയ്ത് വേണം എന്താക്കാൻ നമ്മുടെ എക്സാമിനോട് അടുത്തുള്ള അവസാന സെഷനിൽ വരെ നമ്മളത് എത്തിക്കാൻ. അതിനുശേഷം നമ്മൾ എന്താക്കുന്നു ഇതുപോലൊരു സെഷനും കാര്യങ്ങളും മാത്രം മതി നമുക്ക് എന്താക്കാൻ എക്സാം അടിപൊളിയായി എഴുതാൻ. അതാണ് മക്കൾ ആദ്യം എന്താക്കേണ്ടത് ഇനിയൊരു എക്സാമിന്റെ കേസസിൽ ചിന്തിക്കേണ്ടത്. അപ്പം ഈ ഒരു എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും സോഴ്സസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ പഠിക്കണം, ആ ഒരു പ്ലാന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി അത് മക്കളെ മുന്നിൽ ഇനി കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. റെഡി? മക്കൾ ഇത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. സാറ് മക്കൾക്കറിയാലോ, സാറ് അവസാനത്തെ ടൈമിലാണ് മക്കൾക്ക് വന്നിട്ടുള്ളത്. സാറ് തന്നെ ഇതിന് ശേഷം എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും, ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സെഷൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ മക്കൾക്ക് നോക്കിയാൽ കാണാം, മക്കൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലോ. സാറ് തന്നെ കുറേ കണ്ടൻസ് വീഡിയോ സാറ് ചെയ്തിട്ടുണ്ട്. എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കണ്ടൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷോർട്സിൽ തന്നെ ഒരുപാട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് അത്രയ്ക്കും വാല്യബിൾ ആയിട്ടുള്ള, നമ്മൾ അത്രയ്ക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത്രയ്ക്കും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താണ് മക്കൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഐറ്റമാണ്. ഒരു വർഷം ഫസ്റ്റ് മുതൽ അവസാനം വരെ ആവശ്യമുള്ള കാര്യമാണ്. അത് ജസ്റ്റ് ഒരിക്കലും ഒരാളുകളും ഒരു എക്സാമിൻ്റെ ഒരു 1 വീക്ക് കൊണ്ട് പഠിച്ചു തീർക്കാം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരുപാട് ചാൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അതുപോലെ ഒരുപാട് ലൈവ് കണ്ട് തീർത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി പഠിക്കാം എന്നുള്ള ഒരുപാട് ധാരണകൾ മക്കൾക്കുണ്ട്. അതൊരിക്കലും എവിടെ ആവർത്തിക്കാൻ പാടില്ല, നമ്മുടെ +2 കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് മക്കൾക്കോട് പറയാനുള്ളത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയുള്ള കാലത്ത് അത്രയ്ക്കും ഡിഫിക്കൽട്ടായിരിക്കും. അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, സ്ട്രാറ്റജി കാര്യങ്ങൾ മക്കളെ മനസ്സിലുണ്ടാവണം. നമുക്ക് അങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളും ഉണ്ടാവണം. ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യണം, ഓരോന്നും എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് സാറ് മക്കളോട് പറയാണ്, മക്കളെ നമുക്ക് വേണം ഒരു ബാച്ചോ കാര്യങ്ങളോ നമുക്ക് വേണം. കൃത്യമായിട്ട് നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാനായി. +1 കഴിഞ്ഞു, +2 ഇനി അത്ര വെക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രയ്ക്കും പഠിക്കാനുണ്ട് നമുക്ക്. +1 പോലെയല്ല, +1 പലരും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പലരും നല്ല രീതിക്കൊന്നും അല്ല പഠിച്ചിട്ടുള്ളത്. പലരും പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ച് സാറോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാർ എക്സാമിന് തലേന്നൊക്കെ വിളിച്ചിട്ട് ബേസിക് കണ്ടൻസ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ആ കുട്ടി എത്രത്തോളം ആ ഒരു ഇയറിന് വേണ്ടി പഠിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവും. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല അല്ലേ? പിന്നെ നമ്മളോട് പറയും എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ്, അന്നെടുക്കുന്നത് പഠിക്കൂ. അന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അന്ന് പഠിച്ചാൽ മാത്രം പോരാ, അത് പിന്നെയും പഠിക്കണം, വേണ്ടേ? അല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ഡേ എക്സാം നമ്മൾ +2 പോയി, അന്ന് ഫസ്റ്റ് എടുക്കുന്ന കാര്യം അന്ന് ദിവസം നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചു അല്ലെ? 2 ദിവസം മതി അത് മറന്നു പോകാൻ, 2 ദിവസം വേണ്ട നമുക്കത് മറന്നു പോകാൻ. പക്ഷെ എന്ത് വേണം, ആ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് മാത്രമല്ല, ആ വർഷം അവസാനത്തെ പബ്ലിക് എക്സാം വരെ നമ്മൾ പിന്നെയും പഠിക്കേണ്ടതുണ്ട്, വേണ്ടേ? അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം.
അതേപോലെ ഓരോന്നും ഞാൻ സാറ് പറഞ്ഞ ഓരോ സോഴ്സസ് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. വേണ്ടേ? വേണം. ഇതൊക്കെ മകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ സ്ട്രാറ്റജിയും വേണം. അതിനു വേണ്ടിയിട്ടാണ് സാറ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സാറതാ നമ്മുടെ ബാച്ചിനെ കുറിച്ചും പറയുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ എന്താണ് എക്സാം വിന്നറിൻ്റെ ബാച്ചിലേക്ക് മക്കൾ ജോയിൻ ചെയ്യുക, ധൈര്യമായി ജോയിൻ ചെയ്യുക. മക്കൾക്കറിയാലോ സാറുണ്ട്, നമ്മുടെ രേണു മിസ് ഉണ്ട്, പിന്നെ സക്കീർ സാറുണ്ട്, നമ്മുടെ കൊമേഴ്സിൻ്റെ ജിഷാമിച്ചും എല്ലാവരും മക്കളെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താക്കണം, അടിപൊളിയായിട്ട് മക്കൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ തെറ്റും കാര്യങ്ങളും +1 മക്കൾ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും നമുക്ക് +2 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മളൊക്കെ ആ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇതാ നമുക്ക് എന്ത് വേണം എങ്ങനെ പഠിക്കണം. സാറ് പറഞ്ഞു ഒരു കുറേ സോഴ്സസ് ഉണ്ട്, അത് എങ്ങനെ പഠിക്കണം, എന്താണ് നമ്മുടെ പ്ലാന്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു അല്ലേ. യെസ്, ആ സ്ട്രാറ്റജീസ് ആണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നും നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നും നമുക്ക് അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആയാലും പ്രീവിയസ് ആയാലും ലൈവ് ആയാലും ബാച്ച് ലൈവ് ആയാലും എക്സാംസ് ആയാലും എല്ലാം. ഓക്കെ, യെസ്. അപ്പം ഇതൊക്കെ കൃത്യമായി ഓക്കെ മക്കൾക്ക് അറിയാം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അല്ലേ. ലൈവ് ക്ലാസ് കണ്ടൂടെ സാറിന്, എന്തിനാണിപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലൈവ് ക്ലാസ് കണ്ടൂടെ, മക്കൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാം ഓക്കെ അത് നമുക്ക് അല്ലാതെ അറ്റൻഡ് ചെയ്തൂടെ എന്നൊക്കെ മക്കൾക്ക് ചോദിക്കാം. പക്ഷേ ഇതിനൊക്കെ എന്താണ് ഓരോ സമയവും ഓരോ നേരവും ഓരോ കാലമൊക്കെ ഉണ്ട്. ഓക്കെ, കൃത്യമായി ചെയ്യണം. നമ്മൾ വെറുതെ എന്താണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ല, കുറെ കാര്യങ്ങൾ വെറുതെ ചെയ്യുന്നതാണോ അല്ല. ഓരോന്നിന്റെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ടൈമിൽ ചെയ്യേണ്ടതാണ് അല്ലേ. യെസ്, അപ്പോൾ ആ ടൈമും കാര്യങ്ങളുമാണ് എന്താക്കുന്നത് മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് സാർ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്, ആ പ്ലാൻ, ആ സ്ട്രാറ്റജി എന്നൊക്കെ. റെഡി? യെസ്. അപ്പം കൃത്യമായിട്ട് മക്കൾ എന്താക്കുക, ഒരു പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടാക്കി വെക്കുക. അതിന് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് എന്തെന്ന് നമ്മുടെ ജ്വാല ബാച്ച് എന്ന് പറയുന്നത്. മക്കളെ കൂടെ എന്നും സാറും മിസ്സുമാരും എല്ലാവരും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് സാറ് പറയാണ്, അടിപൊളിയായിട്ട് അത്രയും കോൺഫിഡൻസ് 2, 2.5, 3 വർഷമായി സാർ. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് +1 +2 സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കോൺഫിഡൻസ് സാറ് പറയാണ്, മക്കൾ വാ, അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും ആണ് സാർ എടുക്കുന്നത്. ആ 2 സബ്ജക്റ്റും കത്തിച്ച് കൈ തന്നിരിക്കും. ഒരാളും മാർക്കില്ലാതെ മോശം മാർക്കോടെ അല്ലെ സ്വയം നമുക്ക് മോശം എന്ന് തോന്നുന്ന ഒരു മാർക്കിലേക്ക് മക്കൾ പോകില്ല. ഈ രണ്ട് സബ്ജക്റ്റും ഓക്കെ. സോ ഈ 2 സബ്ജക്റ്റും ഫുൾ എടുക്കുന്നത് സാറല്ല, പക്ഷേ സാർ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെയാണ് മറ്റെന്താണ് മിസ്സുമാരൊക്കെ കേസസ്. ഓക്കെ, അത്രയ്ക്കും കോൺഫിഡൻസോടെ ഞങ്ങൾ എല്ലാവരും മക്കളെ കൂടെ ഉണ്ട്. പഠിപ്പിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വിടും. ഓക്കെ, എക്സാം അത്രയ്ക്കും എളുപ്പമാക്കി തരാം. ഇത് എന്താണ് അത്രയ്ക്കും കോൺഫിഡൻസോടെ പറയുന്നതാണ്. കാരണം 2-3 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കോൺഫിഡൻസോടെ മക്കളോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ സാറൊക്കെ എന്തിനാ അല്ലേ. യെസ്, അത് പറയും. അതാണ് ഓക്കെ. യെസ്, അപ്പം കൃത്യമായിട്ട് നമ്മുടെ ജ്വാല ബാച്ചിലേക്ക് വരിക. നമുക്ക് എന്തിനാ മക്കളോട് പറയുന്നത്, നമുക്ക് +1 കൊമേഴ്സും കൊമേഴ്സിലെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എടുത്ത് സാറന്നല്ലേ. യെസ്, മക്കൾ പറ അതേപോലെ കൃത്യമായിട്ട്. യെസ്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനൊക്കെ നമ്മുടെ അവസാനത്തെ നല്ല മാരത്തോണ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ പിറ്റേന്ന് എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ആ ഷുവർ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പ്രാവശ്യത്തെ +1 ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ കണ്ടതാ അല്ലേ. യെസ്, അതേപോലെ തന്നെയാണ് നമ്മളെ +2 കേസസും. ഓക്കെ, +2 കേസസും. പക്ഷേ പഠിക്കാതെ എന്താണ് അവസാനം നമ്മുടെ ലൈവിൽ മാത്രം വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് അവർക്കാണ് ഏറ്റവും എന്താണ് ഈ ഒരു എക്സാമുകളൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാരണം അവർക്ക് ബുദ്ധിമുട്ടാവണം. കാരണം എന്തുകൊണ്ടാ 1 വർഷം പഠിക്കാനുള്ള കാര്യം വെറും എക്സാമിന്റെ തലേന്ന് ഒരു 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് അവർക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അത് അത്രയും കാര്യങ്ങൾ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല അല്ലെ. 1 വർഷം കൊണ്ട് നമ്മൾ പതുക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഓരോന്നും. അതാണ്. സോ 1 വർഷമൊക്കെ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും സെറ്റാക്കി പഠിച്ച് പബ്ലിക് എക്സാമിലേക്ക് സെറ്റാക്കി വരുന്ന കുട്ടികളൊന്ന് ബാക്കൗട്ടായി പോവുക. അതേപോലെ തന്നെ എന്താണ് വെറും ആ ഒരു എക്സാമിന്റെ തലേന്ന് ഇതുപോലത്തെ ഒരു ലൈവിലൊക്കെ 20 മണിക്കൂറൊക്കെ ഇരുന്നു കൊണ്ട് മാർക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് അത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു കുട്ടികളത് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഞാള് പിന്നെ എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചു പോകൂലേ.
യെസ്, അങ്ങനെ ചിന്തിക്കണ്ട. കാരണം എന്താ, അങ്ങനെ പഠിക്കുന്ന മക്കൾക്കേ എന്തുണ്ടാവുള്ളൂ, അവരെ എത്ര ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും കുഴപ്പമില്ലായിരുന്നു, എഴുതാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് മാർക്ക് ഉണ്ടാവും എന്ന് കോൺഫിഡൻറ്റോടെ അവരെ പറയുന്നുള്ളൂ, അവരെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ചരിത്രം. ഓക്കെ, മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പം കൃത്യമായിട്ട് മക്കൾക്ക് ഒരു സ്റ്റഡി പ്ലാനും ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമായിട്ട് +1 ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി +2 ഉണ്ടാവണം. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാലോ, +2 എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? യെസ്. അപ്പം ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാറ് മക്കളെ മുന്നിൽ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് വരിക, ജോയിൻ ചെയ്യുക. മക്കൾ ധൈര്യം ജോയിൻ ചെയ്തോ? യെസ്, അത് പറയുന്നതിന് മുൻപാണ്, ഈ 27th മുൻപ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നമ്മുടെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഒരു 1200 റേഞ്ച് പ്രൈസ് വരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും. അത് മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും 27th നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതിനുശേഷമാണ് നമ്മളത് സെപ്പറേറ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും. സോ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അടിപൊളിയായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് എന്താക്കാം, +2 പബ്ലിക് എക്സാമിന് സന്തോഷത്തോടെ പോവാം, ഒരു ടെൻഷനും ഇല്ലാതെ പോവാം. അടിപൊളിയായിട്ട് എക്സാം എഴുതി ആ ഒരു സംതൃപ്തിയോടെ നമുക്ക് തിരിച്ചറിയാം. അത് സാറിൻ്റെ ഗ്യാരണ്ടി. ഓക്കെ, യെസ്. അപ്പോൾ മക്കൾ ലൈവിൽ നിന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാം. സാറും എല്ലാ മിസ്സുമാരും മക്കളെയും വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് +2 അടിപൊളിയാക്കണം.